നമസ്കാരം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ മറ്റ് 20 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതേസമയം എണ്ണവില കുതിച്ചുയരുന്നതിനിടെ US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിയെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് വി.ഡി. സതീശൻ അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വി.ഡി. സതീശന് പുറമെ 21 അംഗ മന്ത്രിസഭയിലെ പി.കെ. കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ. മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, സി.പി. ജോൺ, അനൂപ് ജേക്കബ്, എ.പി. അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, പി.സി. വിഷ്ണുനാഥ്, എം. ലിജു, ടി. സിദ്ദിഖ്, റോജി എം. ജോൺ, ഒ.ജെ. ജനീഷ്, കെ. എ. തുളസി, പി.കെ. ബഷീർ, എൻ. ഷംസുദ്ദീൻ, കെ. എം. ഷാജി, വി.ഇ. അബ്ദുൾ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഡി.കെ. ശിവകുമാർ, രേവന്ത് റെഡ്ഡി തുടങ്ങിയ നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, വിവിധ സാമൂഹ്യ നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാകും ഭരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഒരുക്കും. മന്ത്രിസ്ഥാനത്തെത്താൻ ഒരു പോരാട്ടവും നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ഇഷ്ടമുള്ള വകുപ്പ് തെരഞ്ഞെടുത്തോളാനാണ് പറഞ്ഞത്. ജനങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനുള്ള ഉത്തരവാദിത്തമാണ് തനിക്കുള്ളത്. എല്ലാവരെയും പരിഗണിക്കാൻ കഴിയാത്തതിലെ പ്രയാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രൂപ റെക്കോർഡ് ഇടിവിലേക്ക്. എണ്ണവില കുതിച്ചുയരുന്നതിനിടെ US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തി. ഡോളറിനെതിരെ 96.25 എന്ന നിലയിലാണ് രാവിലത്തെ വ്യാപാരം. ഇന്റർബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ രൂപ 96.19 ആരംഭിച്ചു. തുടർന്ന് US ഡോളറിനെതിരെ 96.25 കുറഞ്ഞു. മുൻ ക്ലോസിംഗിൽ നിന്ന് 44 പൈസ ഇടിവ് രേഖപ്പെടുത്തി. ഉയർന്ന ക്രൂഡ് ഓയിൽ വില, ആഗോള അനിശ്ചിതത്വം, ശക്തമായ ഡോളർ എന്നിവ അപകട സാധ്യതകളായി തുടരുന്നതിനാൽ തിങ്കളാഴ്ച ആദ്യ വ്യാപാരത്തിൽ രൂപ ദുർബലമായ നോട്ടിൽ തുറന്ന് എക്കാലത്തെയും താഴ്ന്ന നിലയായ 96.25 കുറഞ്ഞു. ഉയർന്ന ക്രൂഡ് ഓയിൽ വില, ശക്തമായ US ഡോളർ, നിലവിലുള്ള ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവ ഒരുമിച്ച് വളർന്നുവരുന്ന വിപണി കറൻസികൾക്ക് ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും രൂപ ഇപ്പോൾ ആ സമ്മർദ്ദത്തെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും ഫോറക്സ് വ്യാപാരികൾ പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനങ്ങളുടെ മൂലധന ചെലവ് വിനിയോഗം 77% കുറഞ്ഞതായി റിപ്പോർട്ട്. കൂടുതൽ ഫണ്ട് വകയിരുത്തിയിട്ടും ചിലവഴിക്കൽ കാര്യക്ഷമതയിൽ ഇടിവുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിലും പിന്നാക്കം നിന്ന സംസ്ഥാനങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇറാന് സൈനിക സഹായം നൽകില്ലെന്ന് അമേരിക്കയ്ക്ക് ചൈനയുടെ ഉറപ്പ്. ഇറാന് യാതൊരുവിധ സൈനിക സഹായങ്ങളും നൽകില്ലെന്ന സുപ്രധാന ഉറപ്പ് ചൈനയിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചതായി US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ വ്യക്തമാക്കി. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ചൈനയുടെ നേരിട്ടുള്ള സൈനിക സഹായം അമേരിക്ക ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദിയിലേക്ക് ഇറാഖിൽ നിന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട്. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ശ്രമം നടന്നത്. 3 സ്ഫോടക ഡ്രോണുകളും പ്രതിരോധിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിന് തക്കതായ മറുപടി നൽകുമെന്നും സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ കേന്ദ്രങ്ങളിൽ സൗദി ആക്രമണം നടത്തിയെന്ന് നേരത്തെ റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ആക്രമണമെന്നാണ് സൂചന. യുദ്ധസമയത്തും അകത്തുനിന്നും സൗദിയിലേക്ക് ആക്രമണം നടന്നിരുന്നു. ഇറാനെ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളാണ് അന്നും ആക്രമണം നടത്തിയത്. ഇതിനെതിരെയായിരുന്നു സൗദി പിന്നീട് ആക്രമണം നടത്തിയത്. ഇതിന്റെ തുടർച്ചയായാണ് ഇറാഖിൽ നിന്നുള്ള പുതിയ ആക്രമണമെന്നാണ് സൂചന. സ്വീഡിഷ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം.
ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അതിവേഗത്തിൽ മുന്നേറുകയാണെന്നും ലോകത്തിലെ ഏറ്റവും ആകർഷകമായ നിക്ഷേപ നവീകരണ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിട്ടുണ്ടെന്നും മോദി പറഞ്ഞു. സ്വീഡിഷ് കമ്പനികൾക്ക് ഇന്ത്യയിൽ വലിയ വളർച്ചാ സാധ്യതകൾ ഉണ്ടെന്നും സാങ്കേതിക വിദ്യ, ഗ്രീൻ എനർജി, നിർമ്മാണ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയോടുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തിന്റെ ഭാവി പുതിയ ഗംഗാ നദീജല കരാറിനെ ആശ്രയിച്ചിരിക്കുമെന്ന് ബംഗ്ലാദേശിലെ ഭരണകക്ഷിയായ BNP. ഇന്ത്യയിലെ സർക്കാരിന് വ്യക്തമായൊരു സന്ദേശം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കും ആവശ്യങ്ങൾക്കും യോജിക്കുന്ന വിധത്തിലുള്ള ഒരു ഗംഗാ നദീജല കരാർ ചർച്ചകളിലൂടെ അടിയന്തരമായി നിലവിൽ കൊണ്ടുവരണം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ഫക്രുൽ ഇസ്ലാം ആലംഗീർ പറഞ്ഞു. ഇപ്പോൾ പ്രാബല്യത്തിലുള്ള ഇൻഡോ ബംഗ്ലാദേശ് ഗംഗാ നദീജലം പങ്കുവയ്ക്കാൻ കരാർ 1996 നിലവിൽ വന്നത്. ഈ കരാറിന്റെ കാലാവധി 2026 ഡിസംബറിൽ അവസാനിക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ നീതിപൂർവമായ വിധത്തിൽ ജലം പങ്കുവയ്ക്കുന്നതിനുള്ള പുതിയ കരാർ കാലതാമസമില്ലാതെ നിലവിൽ വരണമെന്നാണ് ബംഗ്ലാദേശിന്റെ താൽപര്യമെന്ന് ആലംഗീർ പറഞ്ഞു. ബംഗ്ലാദേശിന്റെ തദ്ദേശ ഗ്രാമവികസന സഹകരണ വകുപ്പ് മന്ത്രി കൂടിയാണ് ആലംഗീർ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും അയൽ രാജ്യമായ യുഗാണ്ടയിലും വീണ്ടും എബോള രോഗം പടർന്നു പിടിക്കുകയും വൈറസ് ബാധിച്ച് 90ഓളം പേർ മരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കിഴക്കൻ കോങ്കോയിലെ ഇട്ടൂരി പ്രവിശ്യയിൽ ഉത്ഭവിച്ച ഈ രോഗബാധയ്ക്ക് കാരണം അപൂർവമായ ബുന്തി ബുഗ്യോ ഇനത്തിൽപ്പെട്ട എബോള വൈറസാണ്. ഈ വകഭേദത്തിന് അംഗീകൃത വാക്സിനോ ചികിത്സയോ നിലവിലില്ല. ഇതിന് 50% മരണനിരക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് DRC ആരോഗ്യമന്ത്രി സാമുവൽ റോജർ കാമ്പ വ്യക്തമാക്കി. ഏപ്രിൽ 24 ഇട്ടൂരിയുടെ തലസ്ഥാനമായ ബുനിയയിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ എബോള ലക്ഷണങ്ങളോടെ എത്തിയ ഒരു നഴ്സാണ് രോഗം ആദ്യമായി പ്രകടിപ്പിച്ച വ്യക്തി. സ്വർണ്ണവിലയിൽ നിന്ന് നേരിയ ആശ്വാസമുണ്ടായിരിക്കുന്നു. നേരിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 14,300 രൂപയും പവന് 1,14,400 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വില കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 1 ഗ്രാമിന് 11,750 രൂപയും പവന് 94,000 രൂപയുമായി. വെള്ളി 290 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി സഫ്വാൻ ചേരും. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.